അജ്മീറിൽ നിന്ന് ജയ്പൂരിലേക്കാണ് ഇനിയുള്ള യാത്ര. അജ്മീറിലെ സിയാറത്തെല്ലാം കഴിഞ്ഞ് ജയ്പൂരിലേക്ക് പോകുന്ന ട്രെയിനിലേക്ക് കയറി. സീറ്റ് ആദ്യമേ ബുക്ക് ചെയ്തതുകൊണ്ട് തിരക്കിൽ നിന്ന് ഒഴിവായി. ഇപ്പോൾ സമയം 11:30 മണി. 2 മണിക്കൂറോളം യാത്രയുണ്ട് അജ്മീറിൽ നിന്ന് ജയ്പൂരിലേക്ക്. ഇപ്പോൾ ജയ്പൂർ സ്റ്റേഷനിലെത്തി. കൃത്യം 1:30 മണി. ജയ്പൂരിൽ എത്തിയ ശേഷം ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിനായി നാം ഹോട്ടലിൽ കയറി. നാം അജ്മീറിലേക്ക് പോകാൻ ഒരുങ്ങിയപ്പോഴും ഇവിടെ നിന്ന് തന്നെയായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത്. ആ വീഡിയോകളും അജ്മീറിലെ യാത്രകൾ കാണാനും ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുണ്ട്. കൂടാതെ ചാനലിൽ ചെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ മറ്റുള്ള വീഡിയോകളും കാണുക. ഭക്ഷണത്തിന് ശേഷം ജയ്പൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിലുള്ള ചിത്രങ്ങൾ പകർത്തിയായിരുന്നു നമ്മുടെ യാത്ര തുടങ്ങിയിരുന്നത്. ഇപ്പോൾ സമയം 2:30 മണി കഴിഞ്ഞിരിക്കുന്നു. നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള വണ്ടി വൈകുന്നേരം 7:30 മണിക്കാണ്. ആയതുകൊണ്ട് തന്നെ ജയ്പൂർ സിറ്റി ഒന്ന് കറങ്ങിയിട്ട് വരാം എന്ന് കരുതി അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് അവിടുത്തെ മാർക്കറ്റിലും ഹവാ മഹലിലേക്കുമായിരുന്നു ഞങ്ങളുടെ യാത്ര. സിറ്റിയിലൂടെ ഓട്ടോയിൽ വരുമ്പോൾ തന്നെ പുരാതന കാഴ്ചകൾ ഏറെയുള്ള സ്ഥലം തന്നെയാണ് രാജസ്ഥാനിലെ ജയ്പൂർ. ഓരോ കാഴ്ചകളും കാണുന്നതിനിടയിൽ അവിടുത്തെ ഒരു കടയിൽ നിന്ന് ചായ കുടിച്ചു. കുറ്റം പറയാനില്ലാത്ത നല്ലൊരു ചായ തന്നെയായിരുന്നു അവരുടേത്. വീണ്ടും കാഴ്ചകളെല്ലാം പകർത്തി ഓരോ തെരുവിലൂടെയും ഓരോ കടകളിലൂടെയും കയറിയിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. രാജസ്ഥാനി ഫാഷൻ മോഡലുകൾ ആഗ്രഹിക്കുന്നവർക്ക് ഈ തെരുവിലൂടെ വന്ന് പർച്ചേസ് ചെയ്യാം. കൂടുതലും സ്ത്രീകൾക്കുള്ള വിപണികളാണ് ഇവിടെ അധികമുള്ളത്. മാർക്കറ്റിൽ നിന്നും പുറത്തിറങ്ങി സിറ്റിയുടെ വാക്കിംഗ് പ്ലാറ്റ്ഫോമിലൂടെ അങ്ങനെ നടന്നു. ഹവാ മഹലിനെ ലക്ഷ്യമാക്കിയിട്ടായിരുന്നു ഇനിയുള്ള നടത്തം. കൂടാതെ ഓരോ കാഴ്ചകളും ഞങ്ങൾ അതിനോടൊപ്പം തന്നെ പകർത്തുന്നുണ്ടായിരുന്നു. ജയ്പൂരെ പിങ്ക് സിറ്റി എന്ന് വിളിക്കുന്നത് വെറുതെയല്ല. നിങ്ങളിത് നോക്കൂ. പോകുന്നിടത്തെല്ലാം ഒരേ അതുപോലെയുള്ള കെട്ടിടങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സിറ്റിയിലെ ഓരോ കാഴ്ചകളും കണ്ട് ഞങ്ങളുടെ യാത്ര മുൻപോട്ട് നീങ്ങി. അതിനിടയിൽ ഓരോ വർത്തമാനങ്ങളും അജ്മീറിലെ സിയാറത്തിനെക്കുറിച്ചും അവിടുത്തെ ഭക്ഷണത്തെക്കുറിച്ചും മറ്റെല്ലാം സംസാരിച്ചു തന്നെയായിരുന്നു ഞങ്ങൾ മുന്നോട്ട് നീങ്ങിയിരുന്നത്. ഓരോ പുതിയ കാഴ്ചകൾ കാണുമ്പോൾ കൗതുകം ഏറെയാണ്. അങ്ങനെ അവസാനം ഹവാ മഹലിലേക്ക് എത്താറായി. ഈ ജംഗ്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെയാണ് ഹവാ മഹൽ. 1799 ഏകദേശം 200 വർഷങ്ങൾക്ക് മുമ്പ് രാജാവ് പ്രതാപ് സിംഗ് പണി കഴിപ്പിച്ചതാണ് ഈ ഹവാ മഹൽ. 953 കിളിവാതിലുകളുള്ള കെട്ടിടമാണ് ഹവാ മഹൽ. ആ കാലത്ത് സ്ത്രീകൾക്ക് പുറത്തേക്ക് പ്രവേശനമില്ലാത്തതുകൊണ്ട് തന്നെ നഗര കാഴ്ചകൾ കാണാനായി നഗരത്തിൻ്റെ നടുവിൽ പണി കഴിപ്പിച്ചതാണ് ഈ ഹവാ മഹൽ. 50 രൂപയാണ് മഹലിലേക്കുള്ള പ്രവേശന ഫീസ്. സമയമായതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചിരുന്നില്ല. ഇനി തിരിച്ച് മടങ്ങേണ്ടതുമുണ്ട്. ജയ്പൂരിലെ പുതിയ വിശേഷങ്ങളുമായി ഉടനെ വരാം.